നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പരീക്ഷയൊക്കെ എല്ലാവർക്കും അടുക്കുകയാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, സിറ്റിസൺഷിപ്പ്, ഇത്രയും പറഞ്ഞ് നിർത്തണമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ സ്ലൈഡ് കാണിക്കും. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ പറഞ്ഞങ്ങ് പോകത്തതേ ഉള്ളൂ. ആദ്യം നമുക്ക് നോക്കാം, എന്താണ് ഒരു ഭരണഘടന. എന്താണ് ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങളെയാണ് നമ്മൾ ഭരണഘടന എന്ന് വിളിക്കുന്നത്. എന്താണ് ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങളെ നമ്മൾ ഭരണഘടന എന്ന് വിളിക്കും. അതായത് ഗവൺമെന്റിന്റെ അധികാരം, പ്രവർത്തനം, അതൊക്കെ എന്തൊക്കെയാണെന്നും ഈ അധികാരങ്ങളുടെ അടിസ്ഥാന തത്വം, നിയമങ്ങൾ എന്തായിരിക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഭരണഘടന എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ കർത്തവ്യങ്ങളാണ് ഭരണഘടനയ്ക്കുള്ളത്? വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിലുള്ള സഹകരണം, കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നു. നിയമം നിർമ്മിക്കേണ്ടത് ആരാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്നും ഭരണഘടന പറയുന്നുണ്ട്. ഭരണഘടന ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. ഭരണഘടന പൗരന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് വിവരിക്കാനാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനുള്ള ഒരു സെക്ഷനാണ്. ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ആണല്ലോ. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം എവിടെ വെച്ച് കൂടുന്നു? ഡൽഹിയിൽ വെച്ച് കൂടി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ്. ഇന്ത്യ വിഭജിച്ചതിനെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗസംഖ്യ 299 കുറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാനപ്പെട്ട കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓരോ കമ്മിറ്റികളും ഭരണഘടനയുടെ പ്രത്യേക വ്യവസ്ഥകളുടെ കരട്, അതായത് ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു. അങ്ങനെ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അതായത് പ്രധാനപ്പെട്ട പോയിന്റ് നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ബോംബെ സമ്മേളനം, INCയുടെ ബോംബെ സമ്മേളനത്തിലാണ്. 1935 ആണല്ലോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു അന്നത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം എന്ത് വരുന്നു? അതായത് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വരുന്നു. അങ്ങനെ 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം എവിടെ വെച്ച് നടക്കുന്നു? ഡൽഹിയിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ അതിൽ നിന്നും നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6 ആദ്യ സമ്മേളനം നടന്നതാണ് 1946 ഡിസംബർ 9. അപ്പോൾ രൂപീകൃതമായത് ഡിസംബർ 6, അതുപോലെ സമ്മേളനം ആദ്യമായിട്ട് കൂടുന്നത് ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തിരുന്നു? 207 അംഗങ്ങളാണ് പങ്കെടുത്തത്. അതുപോലെ വനിതകളുടെ എണ്ണം സ്ഥിരം ചോദ്യമാണ്. 9 വനിതകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി ആയിരുന്നു അല്ലേ. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ 2 രീതിയിൽ ആൻസർ പറയും. താൽക്കാലിക അധ്യക്ഷനായ ഒരാളുണ്ട്, അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അല്ലേ. അപ്പം ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാൽ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അത് മാറിയും തിരിഞ്ഞും ചോദിക്കാം, അതുകൊണ്ട് തെറ്റിക്കാതെ അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനൂടെ ചോദിക്കുക, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായിട്ട് സച്ചിദാനന്ദ സിൻഹയ്ക്ക് ശേഷം സ്ഥിരമായിട്ട് രാജേന്ദ്ര പ്രസാദ് വന്നു. അത് ഏത് ഡേറ്റ് ആണ്? ഡിസംബർ 11. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ 11 പ്രിയാമ്പിള്, ലക്ഷ്യപ്രമേയം പ്രിയാമ്പിളായിട്ട് മാറിയതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നും PSCക്ക് ചോദിക്കുന്ന മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള,
KA മുഹമ്മദ്, PT ചാക്കോ. തിരുവിതാംകൂർ മണ്ഡലത്തിൽ നിന്നും ഇത്രയും ആൾക്കാരും, കൊച്ചിയിൽ നിന്നും പനമ്പള്ളി ഗോവിന്ദ മേനോനും, മദ്രാസിൽ നിന്നും റെപ്രസെൻ്റ് ചെയ്യുന്ന K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTA മുഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അതുപോലെ യുണൈറ്റഡ് പ്രൊവിഡൻസിൽ നിന്നും ഡോക്ടർ ജോൺ മത്തായി. ഇത്രയും ആൾക്കാരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ എന്ന് പറയുന്നത്. വനിതകൾ ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇത് ഇത്രയും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ എല്ലാം മറന്നാലും ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതുകൂട്ട് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച വർഷം ചോദിക്കാറുണ്ട്. 1947 ജൂലൈ 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതോ 1950 ജനുവരി 24-നും. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 24-ന്, 1950 ജനുവരി 24-ന് തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-നും. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22-നുമാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആ ഒരു അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന പോയിന്റ് എന്താണ്? പ്രിയാമ്പിൾ ആണ് അല്ലേ. അപ്പോൾ പ്രിയാമ്പിളിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും ഞാനൊരു സ്ലൈഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഇതൊന്ന് പറയാം. ലക്ഷ്യപ്രമേയത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ആമുഖമാണ് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്നും ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തായിരിക്കണമെന്നും ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളുന്നു. അതിലത്തെ പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളുടെയും യൂണിയൻ ആയിരിക്കും ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരവും ഭരണഘടനയും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കണം. പിന്നോക്ക വിഭാഗങ്ങൾക്കും അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്കും ഗോത്ര സമൂഹത്തിനും പ്രത്യേക സംരക്ഷണം നൽകണം. രാഷ്ട്രത്തിന്റെ അഖണ്ഡത നിലനിർത്തണം. ലോക സമാധാനത്തിനായിട്ട് പ്രവർത്തിക്കുക. ഇത്രയുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യപ്രമേയത്തിനകത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? പ്രിയാമ്പിൾ അഥവാ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ഇനി ആമുഖത്തെ പറ്റിയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? പ്രിയാമ്പിൾ എന്ന പദം ഭരണഘടനയുടെ ആമുഖം ആണ്. എന്താണ്? പ്രിയാമ്പിൾ എന്ന പദം ഭരണഘടനയുടെ ആമുഖമാണ്. ഇത് ഭരണഘടനയുടെ ഒരു സംഗ്രഹമോ സത്തയോ, അതായത് എന്താണ് ഭരണഘടനയ്ക്ക് അകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പ്രിയാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അമേരിക്കൻ ഭരണഘടനയാണ് ആദ്യം ഒരു ആമുഖം ആരംഭിച്ചത്. എന്നെ പൽക്കിവാല ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചു. എന്നെ പൽക്കിവാല ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഭരണഘടനാ അസംബ്ലിയിൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആമുഖം. ഇതുവരെ ഒരൊറ്റ തവണ മാത്രമേ അമെൻമെന്റ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതായത് 1976 42-ാം ഭേദഗതി നിയമം അനുസരിച്ചാണ് ആമുഖം മാറ്റിയിട്ടുള്ളത്. ആ ഭേദഗതിയിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെ? സാമൂഹ്യ ശാസ്ത്രം, സെക്യുലർ ഇന്റഗ്രിറ്റി അല്ലേ. അപ്പൊ ആ 3 വേർഡ്സ് ആണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ 3 വേർഡ്സ് ആണ് 1976 42-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ആമുഖം 4 ചേരുവകൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒന്ന്, ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടത്തെ പറ്റി. ഇന്ത്യൻ ജനതയിൽ നിന്നാണ് ഭരണഘടന അതിന്റെ അധികാരം നേടിയതെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വഭാവം, ഇത് ഇന്ത്യയെ ഒരു പരമാധികാരിയും സോഷ്യലിസ്റ്റും മതേതര ജനാധിപത്യവും റിപ്പബ്ലിക് രാഷ്ട്രീയവുമായി പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്ക് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ നൽകലാണെന്ന് പറയുന്നു. ഭരണഘടന അംഗീകരിച്ചതെന്നാണ് 26 നവംബർ 1949 ബെറുബറി യൂണിയൻ കേസിൽ, അതായത് 1960 ബെറുബറി യൂണിയൻ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് കേശവാനന്ദ ഭാരതി കേസും ബെറുബറി കേസും ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ബെർബറി യൂണിയൻ കേസ് വർഷം 1960 ആ ഒരു കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പറയുകയും എന്നാൽ 73 കേശവാനന്ദ ഭാരതി കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സുപ്രീം കോടതി നേരത്തെയുള്ള അഭിപ്രായം നിരസിക്കുകയും ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ 2 കേസുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ആമുഖം നിയമനിർമ്മാണ സഭയുടെ അധികാര സ്രോതസ്സോ നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾക്കുള്ള നിരോധനമോ ഒന്നുമല്ല. അതുപോലെ ആമുഖത്തിന്റെ വ്യവസ്ഥകൾ കോടതിക്ക് നടപ്പാക്കാനാവില്ല, അതായത് അത് ന്യായീകരിക്കാനുള്ളതല്ല. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പ്രിയാമ്പിളിനകത്ത് ഓർത്തു വെച്ചേക്കുക. പ്രിയാമ്പിളിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത്രയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോയിന്റ്സ് എങ്കിലും നോക്കിയിട്ട് എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ നിന്ന് ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട മറ്റു ചോദ്യങ്ങളാണ്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ് കേട്ടോ. അതുപോലെ ആത്മാവ്, ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവും രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് അത് എടുത്തു പഠിക്കുക പൽക്കിവാലയാണ്, NA പൽക്കിവാലയുമാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ് ചോദിക്കുവാണെങ്കിൽ അതും ആമുഖമാണ്. ആമുഖം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം നമ്മൾ പറഞ്ഞു. ആരാണ് ആദ്യം എഴുതിയത്? അമേരിക്കയാണ് അല്ലേ. അമേരിക്കൻ ഭരണഘടന ആയതുകൊണ്ട് ആമുഖം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണെന്നൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഈ പോയിന്റ്സ് എങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയാൻ പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട സ്ലൈഡിലെ അവകാശങ്ങൾ നോക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കാം. ഒരു രാജ്യത്തെ ഭരണഘടന അനുവദിച്ചു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലികാവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം പാർട്ടിൽ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങൾ, നേരത്തെ 7 ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളുണ്ട്. ഒന്ന് സമത്വത്തിനുള്ള അവകാശമാണ്. ഇതാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശവും, അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയും, ചൂഷണത്തിനെതിരായുള്ള അവകാശം 23 മുതൽ 24 വരെയും, മതവിശ്വാസത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയും, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29ഉം 30ഉം, ഭരണഘടനയിൽ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 32, കൂട്ടത്തിൽ തന്നെ റിട്ടുകൾ, അതിനെ പറ്റിയിട്ടൂടെ പഠിച്ചിട്ട് നമ്മൾ നിർത്തും. അപ്പം ഒന്നാമത്തെ നോക്കാം, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ്. ആർട്ടിക്കിൾ 15 പൊതുസ്ഥലങ്ങളിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ ഒരാളോടും വിവേചനം പാടില്ലെന്ന് ആർട്ടിക്കിൾ 15 പറയുന്നു. ആർട്ടിക്കിൾ 16 ഗവൺമെന്റ് നിയമനങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കാം. ആർട്ടിക്കിൾ 17 ഏറ്റവും ചോദ്യങ്ങൾ വരുന്ന ഇവിടെ നിന്നാണ്. അയിത്തം അഥവാ തൊട്ടുകൂടായ്മ നിയമം മൂലം നിരോധിച്ചു. ആർട്ടിക്കിൾ 18 സൈനികപരവും വിദ്യാഭ്യാസപരവുമായ ബഹുമതികൾ ഒഴികെ മറ്റു ബഹുമതികൾ ഗവൺമെന്റ് പൗരന്മാർക്ക് ടൈറ്റിൽസ് കൊടുക്കാനായിട്ട് പാടില്ല. ഇത്രയുമാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് അനുവദിച്ചിരിക്കുന്നു. അഭിപ്രായം പറയുവാനും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, സമാധാനമായി സമ്മേളിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള അവകാശമൊക്കെ ആർട്ടിക്കിൾ 19 നൽകുന്നു. ഇനി ആർട്ടിക്കിൾ 20 കുറ്റം കൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. ഒരു തെറ്റ് ഒന്നിൽ കൂടുതൽ തവണ, അതായത് ഒരു തെറ്റിന് ഒന്നിൽ കൂടുതൽ തവണ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല. സ്വയം സാക്ഷി പറയുന്നതിന് കുറ്റാരോപിതനെ നിർബന്ധിക്കാനും പാടുള്ളതല്ല. അതായത് ഏതെങ്കിലും ഒരു തെറ്റിന് ഒന്നിൽ കൂടുതൽ തവണ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 21 പറയുന്നതോ, ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുന്നു. ആർട്ടിക്കിൾ 22 നിയമവിരുദ്ധമായ അറസ്റ്റിൽ നിന്നും തടങ്കൽ വെക്കലിൽ നിന്നുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 22 അത് തന്നെ ഓർക്കുക, പ്രകാരം ആർട്ടിക്കിൾ 22 പ്രകാരം അറസ്റ്റിന് ആസ്പദമായ കാരണം ആരെ ബോധിപ്പിക്കണം? അറസ്റ്റ് ചെയ്ത ആളെ ബോധിപ്പിക്കണം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അയാൾ തിരഞ്ഞെടുക്കുന്ന അഭിഭാഷകനുമായി ബന്ധപ്പെടാനും, അതായത് അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെടാനും, അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കപ്പെടുന്നതിനുള്ള അവകാശവും 22 ഉറപ്പു നൽകുന്നത്. അപ്പം ഇത്രയുമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ചൂഷണത്തിനെതിരായുള്ള അവകാശം 23ഉം 24ഉമാണ്. അപ്പം ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്?
ആർട്ടിക്കിൾ 23 മനുഷ്യ കച്ചവടവും നിർബന്ധിത ജോലിയും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 24 ബാലവേല, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് അപകടകരമായ ജോലി ചെയ്യിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. ഇനി ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ മതവിശ്വാസത്തിനുള്ള അവകാശമാണ്. അതായത് 25 പറയുന്നത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പിന്തുടരുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശവും, 26 മതപരമായ സ്ഥാപനം തുടങ്ങാനുള്ള അവകാശം, 27 ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ പരിപോഷിപ്പിക്കുന്നതിനായി ഒരു വ്യക്തിയെയും നികുതി നൽകാൻ നിർബന്ധിക്കരുത്. ഏതെങ്കിലും ഒരു മതത്തെ പരിപോഷിപ്പിക്കുന്നതിനായി ഒരു വ്യക്തിയെയും ടാക്സ് കൊടുക്കാൻ നിർബന്ധിക്കരുത്. 28 ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ മതപഠനം അല്ലെങ്കിൽ മതബോധനം ഒന്നും പാടില്ല എന്ന് പറയുന്നു. അടുത്ത സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29ഉം 30ഉമാണ്. അതിൽ 29 ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം നൽകുന്നു. ആർട്ടിക്കിൾ 30 മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാനുള്ള അവകാശം കൊടുക്കുന്നു. അപ്പം സാംസ്കാരികം വിദ്യാഭ്യാസപരമായ അവകാശം 29ഉം 30ഉമാണ്. അടുത്ത ഏറ്റവും ലാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ ആത്മാവെന്ന് അംബേദ്കർ വിളിച്ച ഒരു ആർട്ടിക്കിളാണ് 32. മൗലികാവകാശ ലംഘനം, ഈ മോളിൽ പറഞ്ഞ എല്ലാ അവകാശങ്ങളുടെയും ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വയ്ക്കുക, മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനായിട്ടാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അതായത് മൗലിക അവകാശം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 അനുസരിച്ചിട്ട് ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം. എന്താണ് ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിക്കും ആർട്ടിക്കിൾ 32 വെച്ചിട്ട് അനുസരിച്ചിട്ട് സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഏതൊക്കെയാണ് റിട്ട്? 5 തരമുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷിയോററി, കോ വാറന്റോ. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ഉത്തരവാണ് എന്ത്? ഹേബിയസ് കോർപ്പസ് അല്ലേ? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണിത്, ശരീരം ഹാജരാക്കുക. ഇനി മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ. പ്രൊഹിബിഷൻ എന്താണ്? കീഴ്ക്കോടതികളുടെ അധികാര പരിധി, അതായത് കീഴ്ക്കോടതി മീൻസ് സബ് കോടതികളുണ്ടല്ലോ, അവർ അധികാര പരിധി ലംഘിക്കുമ്പോൾ അതിനെ തടയുന്നതിനായിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. സെർഷിയോററി എന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴ്ക്കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് പുറപ്പെടുവിക്കുന്ന സെർഷിയോററി. കോ വാറന്റോ എന്താണ്? പൊതുസ്ഥാപനങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത പദവി വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റിട്ടും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഇപ്പം നമ്മൾ ഒരു കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞു. അതെന്താ? ഒരു വ്യക്തി രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കോ ക്രമസമാധാനത്തിനോ ഭീഷണി ഉയർത്തുമെന്ന് കണ്ടാൽ അയാളെ അറസ്റ്റ് ചെയ്യാനും വിചാരണ ഒന്നും കൂടാതെ തടങ്കലിൽ വെക്കാനുള്ള അധികാരമുണ്ട്. 3 മാസം വരെ ഒരു വ്യക്തിയെ നമുക്ക് ഇങ്ങനെ കരുതൽ തടങ്കലിൽ വെക്കാനായിട്ട് സാധിക്കും. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലത്ത് പ്രക്ഷോഭം ഉണ്ടാവുകയും അവിടെ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നു, ആ ഇലക്ഷന് ബോംബ് വയ്ക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമല്ലോ. അപ്പോൾ ക്രമസമാധാനം നശിക്കുമെന്ന് കാണുമ്പം നമ്മൾ നേരത്തെ തഹസീൽദാരുടെ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് കളക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ടർക്ക് സ്വന്തമായിട്ട് ആരെ അറസ്റ്റ് ചെയ്യാം? ആ ക്രമസമാധാനം തകർക്കുന്ന ആളിനെ കരുതൽ തടങ്കലിലേക്ക് മാറ്റാനുള്ള ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത നോക്കാം, എന്താണ് നിർദ്ദേശക തത്വം എന്ന് നോക്കാം. അത് നമ്മുടെ അടുത്ത ടോപ്പിക്കാണ്. നിർദ്ദേശക തത്വം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ് നിർദ്ദേശക തത്വം എന്ന് പറയുന്നത്. അതായത് ഭരണഘടനയുടെ 4ാം ഭാഗത്താണ്, അതായത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് പൊതുവായിട്ടൊരു നിർദ്ദേശം കൊടുക്കുന്നു. അതാണ് ഈ നിർദ്ദേശക തത്വം. ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിർദ്ദേശക തത്വങ്ങൾ ഒരിക്കലും ന്യായവാദാർഹമല്ല. അതായത് ഇതിൻ്റെ അർത്ഥം ഇവ നടപ്പാക്കാൻ ആരെ? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒന്നും സമീപിക്കാൻ സാധിക്കത്തില്ല. നിർദ്ദേശക തത്വങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സോഷ്യലിസ്റ്റ് തത്വം, ഗാന്ധിയൻ തത്വം, ലിബറൽ തത്വം.
അപ്പോൾ നിർദ്ദേശക തത്വം എന്ന് പറഞ്ഞാൽ ക്ഷേമരാഷ്ട്രമാവാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത്രേ ഉള്ളൂ മീനിങ്. നമുക്ക് ഇപ്പം നിർദ്ദേശക തത്വത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് നടപ്പാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ പ്രധാനമായിട്ടും നിർദ്ദേശക തത്വങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. സോഷ്യലിസ്റ്റ് തത്വം, ഗാന്ധിയൻ, ലിബറൽ. സോഷ്യലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇപ്പം അസമത്വം ഒഴിവാക്കുക, ഉപജീവനത്തിനുള്ള അവകാശം, ചൂഷണത്തിൽ നിന്നുള്ള മോചനം, വിഭവങ്ങളുടെ ന്യായമായ വിതരണം, ഇതൊക്കെ സോഷ്യലിസ്റ്റ് തത്വത്തിൽ വരും. ഇനി ഗാന്ധിയൻ ആശയം എന്ന് വെച്ചാൽ തത്വം എന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായങ്ങളുടെ വികസനം, മദ്യത്തിന്റെ നിരോധനം, ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം, ഇതെല്ലാം ഗാന്ധിയൻ തത്വങ്ങളിനകത്ത് വരും. ഇനി ലിബറൽ തത്വങ്ങൾ എന്ന് പറയുമ്പോഴോ ഏകീകൃത സിവിൽ കോഡ്, സൗജന്യ വിദ്യാഭ്യാസം, എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർതിരിക്കുക, അന്താരാഷ്ട്ര സമാധാനം നിലനിർത്തുക, ഇതൊക്കെയാണ് ലിബറൽ തത്വങ്ങളിൽ വരുന്നത്. അപ്പം പ്രധാനമായിട്ടും ഇവിടെ പറയുന്ന ഒരു കാര്യം മൗലികാവകാശവും നിർദ്ദേശക തത്വവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ പറഞ്ഞു അല്ലേ, മൗലികാവകാശം ലംഘിച്ചാൽ നമുക്ക് കോടതിയെ സമീപിക്കാം, എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കുകയോ അങ്ങനെ നമുക്ക് ന്യായീകരണം പറയാൻ ഒക്കാത്ത ഒന്നാണ് നിർദ്ദേശക തത്വം. അപ്പോൾ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒന്നാണ് മൗലികാവകാശങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതാണ്. മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ താല്പര്യവും അല്ലെങ്കിൽ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നിർദ്ദേശക തത്വം എന്താ ചെയ്യുന്നത്? ഒരു സാമൂഹ്യ ക്ഷേമം അല്ലെങ്കിൽ രാഷ്ട്രം നന്നാവണം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്, ഇവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ തന്നെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല. നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ മുകളിൽ പഠിക്കാനുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ സിവിക്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിൽ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ഒരു മുൻ ജഡ്ജി, ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ്, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ള 2 അംഗങ്ങൾ, അങ്ങനെ 5 അംഗങ്ങളാണ് വേണ്ടത്. അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക, അതുപോലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, ലംഘനം നടന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ഒന്നും പറയുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് ദേശീയ മനുഷ്യാവകാശം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഏതൊക്കെ പോയിന്റ്സ് ആണെന്ന് ഓർമ്മയുണ്ടോ? DPSP വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോക്കാം. ഭരണഘടനയുടെ പാർട്ട് 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റണം അല്ലേ? ഈ കടമകളെ നമ്മൾ എന്ത് വിളിക്കും? മൗലിക കർത്തവ്യം എന്ന് വിളിക്കും. രാഷ്ട്രം നമുക്ക് അവകാശവും സംരക്ഷണവും ഒക്കെ തരുമ്പോൾ നമ്മൾ തിരിച്ച് ആർക്ക് കൊടുക്കണം? രാഷ്ട്രത്തിന് തിരിച്ച് കൊടുക്കേണ്ട ഒന്നാണ് മൗലിക കർത്തവ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ് പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ്? ഒരു രാഷ്ട്രത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തിനെയാണ് നമ്മൾ പൗരത്വം എന്ന് വിളിക്കുന്നത്. രാഷ്ട്രത്തിന്റെ പൂർണ്ണ അംഗമാവുക എന്നാണ് ഇതിനർത്ഥം. പൗരത്വത്തിലൂടെ രാഷ്ട്രം ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ അസ്തിത്വവും തുല്യതയും ചില അവകാശങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. പൗരത്വത്തിൽ സമൂഹത്തോടുള്ള ചില കടപ്പാടുകളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് രാഷ്ട്രം ചുമത്തുന്ന നിയമപരമായ കടമ, നമ്മൾ പറഞ്ഞില്ലേ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ, ഇതെല്ലാം നമുക്ക് പൗരത്വം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തോടുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ പങ്കാളിയാവാനും തൻ്റെതായ സംഭാവന നൽകാനുമുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഇതിൽ കൂടെ കിട്ടുന്നത്. രാജ്യത്തെ സംസ്കാരത്തിൻ്റെയും പ്രകൃതി വിഭവങ്ങളുടെയും അനന്തരാവകാശികളും സൂക്ഷിപ്പുകാരുമായിട്ടാണ് നമ്മൾ ഓരോ സിറ്റിസൺസിനെയും കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? അത് 5 മുതൽ 11 ആർട്ടിക്കിൾ വരെയാണ് 2ാം പാർട്ടിനകത്ത് പറയുന്നത്. സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നത് പാർട്ട് 2 ആണ് അല്ലേ? പാർട്ട് 2 എവിടം തൊട്ട് എവിടം വരെ? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. അപ്പം പൗരത്വത്തെ സംബന്ധിച്ച വ്യവസ്ഥകൾ ഭരണഘടനയുടെ 2ാം ഭാഗത്തും പാർലമെന്റ് പാസാക്കിയ അനുബന്ധ നിയമങ്ങളിലും കാണാൻ കഴിയും. 1955 പൗരത്വത്തെ സംബന്ധിച്ച് സമഗ്ര നിയമം പാസ്സായത്. ഈ നിയമം പൗരത്വം ആർജിക്കുന്നതിനുള്ള 5 മാർഗങ്ങളെ വ്യവസ്ഥ ചെയ്തു. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഇങ്ങനെയാണ് 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തെ സംബന്ധിച്ച് പൗരത്വം നേടാനുള്ള വഴികൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണ്? ഏക പൗരത്വമാണ്. ഈ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ? ബ്രിട്ടനിൽ നിന്നാണ്.
അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കോട്ടുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ഇങ്ങനെ പറഞ്ഞ ആളാണ് അരിസ്റ്റോട്ടിൽ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് 5 രീതിയിൽ നമുക്ക് പൗരത്വം ലഭിക്കും. ബൈ ബർത്ത്, ബൈ പിന്തുടർച്ച വഴിയുള്ള അവകാശം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മുഖാന്തരം, അല്ലെങ്കിൽ ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതെങ്കിലും പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന്, പരിത്യാഗം ചെയ്യുക, സ്വന്തമായിട്ട് ഈ പൗരത്വം എനിക്ക് വേണ്ട എന്ന് ഉപേക്ഷിക്കുക. നിർത്തലാക്കൽ ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത് മൂലം, അല്ലെങ്കിൽ പൗരത്വ അപഹരണം അല്ലെങ്കിൽ ഡിപ്രിവേഷൻ മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൗരത്വം നഷ്ടപ്പെടാം. ഈ കൂട്ടത്തിൽ തന്നെ ഈ പോയിന്റ് നോക്കുക. സാർവത്രിക പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് താമസിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കും രാഷ്ട്രത്തിന്റെ പൂർണ്ണ അംഗത്വം ലഭിക്കുക എന്നതാണ് സാർവത്രിക പൗരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഈ സ്ലൈഡും കൂടെ നോക്കാം. രണ്ടാം ഭാഗം നേരത്തെ 5 മുതൽ 11 വരെയാണ് നമ്മൾ പഠിച്ചു, പാർട്ട് 2-ലാണ്. അതുപോലെ ആർട്ടിക്കിൾ 15, 16, 19, 29, 30 പ്രകാരം അവകാശങ്ങൾ നൽകുന്നു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗത്വത്തിനായി മത്സരിക്കാനുള്ള അവകാശം പൗരത്വമുള്ളവർക്ക് ലഭിക്കുന്നു. ചില പൊതു ഓഫീസുകൾ വഹിക്കാനുള്ള യോഗ്യത അതാത് രാഷ്ട്രപതി, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, സംസ്ഥാന ഗവർണർ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, സംസ്ഥാനങ്ങളുടെ അഡ്വക്കേറ്റ് ജനറലൊക്കെ ആവണമെങ്കിൽ പൗരത്വം ഉണ്ടായിരിക്കണം. അതുപോലെ ഭരണഘടനയുടെ തുടക്കത്തിൽ ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളുടെ പൗരത്വം മാത്രമാണ് 5 മുതൽ 8 വരെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ മൈഗ്രേഷൻ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ പൗരത്വം സ്വമേധയാ നേടിയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയും ഇന്ത്യൻ പൗരനാകുകയോ ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ആർട്ടിക്കിൾ 9 പറയുന്നു. അതുപോലെ പാർലമെന്റ് ഉണ്ടാക്കിയ ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന ഓരോ വ്യക്തിയും അത്തരം പൗരനായി തുടരുക തന്നെ ചെയ്യും. പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും പൗരത്വവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് ആർക്ക് അധികാരമുണ്ടായിരിക്കും? പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 11-ലാണ്. അതുകൊണ്ട് തന്നെ 1986, 92, 2003, 2005, ഏറ്റവും ഒടുവിൽ 2015-ലും 1955-ലെ പൗരത്വ നിയമം പാർലമെന്റ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭേദഗതി ബില്ല് 2016 ഇപ്പോഴും തീർച്ചപ്പെടുത്തി വന്നിട്ടില്ല. ലാസ്റ്റ് 2015-ലായിരുന്നു പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 2019 കേട്ടോ. 2019 പൗരത്വ ഭേദഗതി ബില്ല്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് ഡിസംബർ 11-നാണ് 2019. അതുപോലെ ലോക്സഭ പാസാക്കുന്നത് ഡിസംബർ 9-നാണ് 2019. പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ 12-ന് 2019. അതുപോലെ പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10-നാണെന്നൂടെ ഓർത്തു വെച്ചേക്കാം. ഓർമ്മയുണ്ടല്ലോ. അതുപോലെ എന്താണ് പൗരത്വ ഭേദഗതി നിയമം പറയുന്നത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരായിട്ട് 2014 ഡിസംബർ 31-ന് മുൻപ് ഇന്ത്യയിലെത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് 2019-ലെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അപ്പം അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് കൂടെ ഉണ്ട്. ഈ PIO കാർഡ് എന്താണെന്ന്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡാണ് PIO കാർഡ് എന്ന് പറയുന്നത്. ഇത് 1999 മാർച്ച് 30-ന് ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചതാണ്. ഇത് പ്രാബല്യത്തിൽ വന്നത് 2002 സെപ്റ്റംബർ 15-നാണ്. അപ്പോൾ എന്താണ് ഈ PIO കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലഭിക്കുന്ന വ്യക്തികൾക്ക് വിസ ഇല്ലാതെ തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നതിനും ഇന്ത്യയിലെ സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷൻ നേടുന്നതിനും ഇന്ത്യയിൽ ജോലി ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് OCI എന്താണെന്ന് ചോദിക്കാം. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് 2004-ൽ ഇന്ത്യ ഗവൺമെൻറ് രൂപം നൽകിയ പദ്ധതിയാണ് ഈ OCI, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
നമ്മൾ പറഞ്ഞതിനകത്ത് ഇനിയും കുറേയേറെ പോയിന്റ്സ് ഉണ്ട്. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് എളുപ്പത്തിൽ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പിന്റെ വേണ്ട പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് നിർത്തുകയാണ്. ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് കുറച്ചേറെ ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് നോക്കണമെങ്കിൽ സമയം ഒരുപാട് പോവുകയും ചെയ്യും. അപ്പോൾ ഒന്നും പഠിക്കാൻ നേരമില്ലാത്തവർ ഇത്രയെങ്കിലും പോയിന്റ്സ് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് നോക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.